ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ അടുത്തൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നല്ല ചൂടാണ്. പോക്കോട്ട ഇവിടെ ഫാൻ തിരിച്ച് കളിക്കുകയാണ്. അല്ല പോക്കോട്ട, ഇപ്പോൾ ഡാറ്റോടെ പോകാനുള്ള പ്ലാനിലാണ്. അങ്ങനെ നമ്മൾ അൽസഫ ഡാറ്റോടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഷോപ്പിംഗ് ആയിട്ട് പ്ലാൻ പോക്കോട്ടിനാ ചുറങ്ങി വന്നതാണെന്നേ. പോക്കോട്ടിന് പ്രാവിനെ കാണിച്ചിട്ടുണ്ട്. കുറേ പ്രാവുകളുണ്ട്. വെയിൽ താങ്ങാൻ പറ്റാണ്ട് ഒരാൾ കുട പിടിച്ചടക്കുകയാണ്. നമ്മളതിൽ ചള്ളയിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ ഡാറ്റയുടെ ഫ്രണ്ട് സൈഡ് ഉണ്ട്. അപ്പോൾ തന്നെ അവിടെ ചെറിയൊരു മെഡിക്കൽ സെൻ്ററുണ്ട്. ഞായറാഴ്ചയായിട്ടും മെട്രോയിലേക്ക് തിരക്കൊന്നും കുറവില്ല. നമ്മൾ കുറേ നാളായി വിചാരിക്കുന്നത് ഷോർട്ട് ഗ്ലാസ് വാങ്ങണമെന്ന്. കറക്റ്റ് അളവ് നോക്കി അടിക്കാനാണ് ഇനി. പോക്കോട്ടിന് ഇവിടെ എല്ലാ സാധനങ്ങളും കണ്ടിട്ട് എടുക്കാമെന്നുള്ള പ്ലാനിലാണ് നിൽക്കണം. ഇവ നമ്മളോട് പൈസ കൊടുപ്പിക്കുന്നതുകൊണ്ട് സാധനങ്ങൾ പൊട്ടിച്ചിട്ട് വേണ്ട അങ്ങോട്ട് വാ. വേണ്ട, അമ്മ മാത്രം എടുക്കുന്നുണ്ട്. അമ്മ അത് നമ്മുടെ അല്ല. ഇവനെ വെച്ചാൽ നമ്മുടെ വീട്ടിലായാലും അവന് ഇഷ്ടമുള്ളത് പാത്രങ്ങളാണ്. എല്ലാ പാത്രങ്ങളും കാണുമ്പോൾ ഇപ്പോൾ എടുക്കാനുള്ളൊരു ടെൻഡൻസി നമുക്ക്. പോക്കോട്ടിന് അവസാനം ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമായിട്ടാണ് നിൽക്കണത്. വേണ്ട ഇനി വേണ്ട. സന്തോഷവനമായി സോപ്പും പൊടി പർച്ചേസും കഴിഞ്ഞു. നമ്മുടെ അടുത്ത സെക്ഷനിലേക്ക് എത്തി. ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങളാണ്. എന്തിട്ടാ പൂക്കോട്ടിനെ ചോർന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ പാവകൾ ഇഷ്ടമായിട്ടുണ്ട്. പൂക്കോട്ടിൻ്റെ ബർത്ത്ഡേ ആണ് ഇനി വരുന്നത്, 2 വയസ്സിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഫോട്ടോഷൂട്ട് പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മൾ. അതിന് വയ്ക്കാനായിട്ടുള്ളൊരു നമ്പർ 2 എഴുതിയിട്ടുള്ള ഇത് എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. വലിയ പോലത്തെ സാധനം. പൂക്കോട്ടിന് അഞ്ചോട്ട് കൺട്രോൾ പോയി കൊണ്ടിരിക്കണം ഓരോ സാധനങ്ങൾ കണ്ടിട്ട്. നമ്മളെ വിളിച്ചിട്ടൊക്കെ കാണിച്ചു തരുന്നവൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കട കാലിയാക്കേണ്ടി വരും. ഏതാ അഞ്ചെടുത്തോ, ഏതെല്ലാം കുഴപ്പമില്ല. വലുതിനെ എടുത്തോ, വരണം. 2 എടുത്തോ കോമ്പോൻ്റെ. ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഇനി നോക്കണം. അപ്പോൾ ഇനി മേലെ ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത്. പോക്കോട്ടെ അതെന്താ പോക്കൊണ്ട് മനസ്സിലായിട്ടില്ല. അത് ചോക്ലേറ്റാന്ന് തോന്നുന്നുണ്ട്. ചോക്ലേറ്റാ? ഇത് ഡ്രസ്സിൻ്റെ സെക്ഷനിലാണ്, കുട്ടികളുടെ ഒക്കെ. നമുക്ക് മെയിനായിട്ട് ചെരുപ്പ് നോക്കാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത്രയധികം ചെരുപ്പ് ഒരുമിച്ച് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൂക്കൂട്ട് ഞാനിവിടെ കട്ട പോസ്റ്റാണ്. ചെരുപ്പിൻ്റെ സെക്ഷനിൽ മതിയാവുന്നില്ല നോക്കിയിട്ട്. പൂക്കൂട്ടൻ ലാസ്റ്റ് എന്താന്ന് ചോദിച്ചു പോയി. മരത്തിൽ ചെരുപ്പിട്ടിട്ട് ടെസ്റ്റിങ്ങോ, ഒരു സൈസ് പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു ചെരുപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആണുങ്ങളെ സൈഡിലെത്തി ഡ്രസ്സ് നോക്കാനായിട്ട്. കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്, പക്ഷെ നമുക്കൊന്നും ഒരു ഇഷ്ടമാവണില്ല. എൻ്റെ ഇടയിൽ പൂക്കൂട്ടിനഞ്ച് സോപ്പും പൊടി ഒരു പാക്കറ്റ് പൊട്ടിക്കാൻ നിൽക്കില്ല. ഓക്കെ, ഞാൻ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ് നല്ലതെന്ന് തോന്നണം. ഒന്നും ഒരു ഇഷ്ടമാവണമെന്നില്ല. അങ്ങനെ അടുത്ത സെക്ഷനിലെത്തി. കിഡ്സിൻ്റെ പോക്കോട്ടിന് കുറച്ച് ഡ്രസ്സ് നോക്കാനുള്ള പ്ലാനിൽ.
പോക്കോട്ടിൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ കാര്യമായ തെരച്ചിലാണ്. പോക്കൂട്ടാ 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 ഓനോനോനോ അത് എടുക്കണ്ട. പോക്കൂട്ടിന് കൈ വെറുതെ ഇരിക്കില്ല, പിന്നെ എന്തെങ്കിലും എടുക്കണം. പോക്കൂട്ടിന് ഇഷ്ടമായില്ലേ വേണ്ടെന്നാണ് പറയണത്. ഇത് പിടിച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇട്ട് നോക്കണം, അവിടെ നിർത്തി നോക്കിയല്ലോ. അതുതന്നെ നമ്മൾ പോക്കൂട്ടിനോട്ടം മാക്സിന്ന് ഷർട്ടും ഒരു ട്രൗസർ എടുത്തിട്ടുണ്ടായിരുന്നു. വെച്ച് നോക്കിയപ്പോൾ ഓക്കെ ആയിരുന്നു, ഇട്ട് നോക്കിയപ്പോൾ ലാസ്റ്റ് ചെറുതായി. അങ്ങനെ നമ്മൾ വീണ്ടും ഗ്രൗണ്ട് ഫ്ലോറിലെത്തി ബില്ലടിക്കാനായിട്ട്. പോക്കോട്ടൻ്റെ അമ്മയാണ് ബില്ലടിക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. ബില്ല് എമൗണ്ട് കൊടുക്കണ ആള്. എന്തായാലും കുറച്ച് മിഠായി എടുക്കാമെന്ന്. ഇനി പോക്കോട്ടൻ്റെ അമ്മ ബില്ല് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൻ പർച്ചേസിങ് ആണ്. പോവാ. നമ്മൾ ബില്ലടിക്കാൻ പോയി നിന്ന് നടന്നെ. അപ്പോഴാണ് അതിൻ്റെ ഇടയിൽ ബാഗില്ലാന്ന് ഓർമ്മ വന്നത്. ബാഗ് വാങ്ങിയിട്ടില്ല. പോക്കറ്റിൻ്റെ ബാഗ് വാങ്ങിച്ച കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാനുള്ള പ്ലാനിലാണ്. വീണ്ടും തിരിച്ച് ഞങ്ങൾ ബാഗ് എടുക്കാൻ പോവാണ്. അടുത്ത കൺഫ്യൂഷൻ എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും കുറച്ച് നേരം. ടൈം പോകും നമ്മളറിയില്ല. അതിൻ്റെ ഇടയിൽ ഒരു ആരെന്തോ നിലത്തിട്ട് പൊട്ടിച്ച സൗണ്ട് കേട്ടു. അങ്ങനെ നമ്മൾ ബാഗ് വാങ്ങണില്ല എന്നൊരു ഇതിലെത്തി. പിന്നെ വാങ്ങാന്നാക്കി. ബാഗ് ഇഷ്ടപ്പെട്ടില്ല. ഒട്ടകത്തിൻ്റെ ബാഗ് കണ്ടപ്പോൾ ഒന്നും കയറില്ല അതിൽ. നമുക്കെടുത്തുമ്പോൾ ഓരോന്ന് കാണുമ്പോഴാണ് ഓരോന്ന് ഓർമ്മ വരാം. നമ്മൾ വാട്ടർ മെലൺ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പം എന്തായാലും അത് കൂടി ഉണ്ടാവും. അതൊന്ന് വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് നിൽക്കണം. വീണ്ടും അടുത്ത സെക്ഷനിലേക്ക് കയറി. എന്താ വെച്ചാൽ അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെ ഉണ്ട്. ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ആയിട്ട്, വെജിറ്റബിൾസിൻ്റെ. വേണ്ട ഞാൻ പോകട്ടെ പിടിക്കേണ്ട വരുമല്ലോ. അങ്ങനെ പോകട്ടെ പിടിക്കും. മരുദാമല്യം ഏറിയ ഹനുമാന്റെ പോലെ പോക്കോട്ടിൻ്റെ അമ്മ. പോക്കോട്ടിൻ്റെ അമ്മ നമ്മളെ പറ്റിച്ചു ഗൈസ്. എൻ്റെ പേഴ്സ് വാങ്ങി. കുഴപ്പമില്ല, മാക്സിൽ പോകുമ്പോൾ അവിടെ നമ്മൾ മുതലാക്കിയിരിക്കും. പോക്കോട്ടിന് അഞ്ച പാത്രം വേണമെന്ന് പറഞ്ഞിട്ട് അലമ്പുണ്ടാക്കാണ്. കവറിലുണ്ടെന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാവണില്ല. ഇത്ര നേരം അവനാണ് അതിനെ ടേക്ക് കെയർ ചെയ്ത് പറഞ്ഞത്. അതൊന്നും വേണ്ട, കല്ലാണത്. കാണുന്നത് മൊത്തം ഇപ്പം അവന് വേണം. അല്ല പോക്കൂട്ടാ. പോക്കൂട്ടനാണെങ്കിൽ ചെവി പൊത്തി പിടിച്ചാണ് നിൽക്കണത്. എന്താന്ന് ചോദിച്ചിട്ട് കാറ്റടിക്കുന്നുണ്ട് ഇവിടെ ചെറുതായിട്ട്. അത് ഇനി പോക്കൂട്ടിൻ്റെ ക്യൂട്ടനെസ് ആണെന്ന് അറിയില്ല നമുക്ക്. എന്താ പോക്കൂട്ടാ. എന്നാ ഇനി പോവല്ലേ. നമ്മൾ അടുത്ത് ഒയാസിസ് മാളിലേക്കാണ് അടുത്ത പ്ലാന്. നമ്മുടെ റൂമിൻ്റെ ഏറ്റവും അടുത്തുള്ള മാളാണ് ഒയാസിസ് മാള്. നമ്മൾ അങ്ങനെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അവിടെ മാക്സ് ഉണ്ട്. പോക്കോട്ടിന് ഇനി ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നൈസായിട്ട് ഞാനും ചാമ്പും 2 ഡ്രസ്സ് അതാണ് എൻ്റെ പ്ലാന്. ഒയാസിസ് മാളിൻ്റെ ബേസ്മെൻറ്റ് പാർക്കിങ്ങിലെത്തി നമ്മൾ. അതിൻ്റെ ഇടയിൽ പോക്കോട്ടിന് വെച്ചാൽ കേക്ക് കഴിച്ചുകൊണ്ട് കാണും. അപ്പം പോവാ നമുക്ക്. പോകട്ടാ വാ. നേരെ സെൻട്രൽ പോയിന്റിലേക്കാണ് വെച്ച് പിടിക്കണത്. പോകട്ടാ ഇതാ പിടി നമ്മൾ വന്നേ. ഇവിടെ കുറച്ച് പണികൾ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എല്ലാം കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഫുള്ള് ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്പോൾ. ഇനി ഇവിടെ അടുത്ത അടിണ്ടാക്കാൻ നിൽക്കുമ്പോൾ കുട്ടി ട്രോളിക്ക് വേണ്ടിയിട്ട്. പോക്കോട്ടിനാണ് നമ്മുടെ ട്രോളിയുടെ ഡ്രൈവർ. അമ്മയുടെ അടുത്തേക്ക് പോ. എന്താ അതിനുള്ള ഒന്നുമില്ല. ഉള്ളിൽ കയറണോ? നിൽക്കണോ? ഉള്ളിലിരിക്കണോ? എന്നാ തള്ളുവാ. അമ്മ എവിടെയാ? അമ്മ പോയി. പോകട്ടെ വായോ ബായ് ബായ്. ഞാൻ പോട്ടെ ഇനി. എന്തുവാ ഇപ്പോൾ ഫുള്ള് റിനോവേഷൻ കഴിഞ്ഞപ്പോൾ നല്ല എയിമായിട്ടുണ്ട്.
ഒന്നാഞ്ച് ട്രോളിൽ ഉള്ളിൽ കയറിയിട്ട് ഇനി കളികൾ തുടങ്ങി. അമ്മയാണെങ്കിൽ തെരച്ചിൽ തുടങ്ങി. എന്തായി അവന് ഇട്ട് നോക്കിയിട്ട് വാങ്ങാട്ടോ, അന്നത്തെ പോലെ ഇനി പെട്ട പോലെ ആവും. ഇത് കട റിനോവേഷൻ ചെയ്തപ്പോൾ കുറേ കളക്ഷൻസ് ഇറക്കിയിട്ടുണ്ട്, വെറൈറ്റി സാധനങ്ങൾ. പൈസ മാത്രമാണ് നമുക്ക് താങ്ങാൻ പറ്റാത്തത്, ചെറുതായിട്ട് കുറച്ച് കൂടുതലാണ്. ഇത് നല്ല കളക്ഷൻസ് ഇറക്കിയിട്ടുണ്ട്, നല്ല വെറൈറ്റി സാധനങ്ങൾ. ഉള്ള കപ്പ ബ്രാൻഡിൻ്റാണ്. അതുപോലെ ഇത് അഡിഡാസ് ഉണ്ട്. മുമ്പൊന്നും ഇവിടെ എത്ര കളക്ഷൻ ഉണ്ടായിരുന്നില്ല എന്നെ ഒരു ഓർമ്മ. സ്കെച്ചേഴ്സ് ഉണ്ട്. അങ്ങനെ പോക്കോട്ടിന് മാത്രം ഡ്രസ്സ് എടുത്ത് നമ്മൾ പോകാൻ പ്ലാനാണ്. പിന്നെ പോക്കോട്ട് ഓരോ കാറുകൾ കാണാം. നമ്മൾ സെൻറ്ററിൽ പോയി നിന്ന് ഇറങ്ങണം. അതിൻ്റെ ഇടയിൽ പോക്കോട്ടൻ കാറ് കണ്ടു. കാറിനുള്ളൊരു അടിപിടി തുടങ്ങി. അടുത്തത് ട്രീറ്റാണ്. നമ്മളടുത്ത് പഠിക്കും KFC വേണോ, സരവണ ഭവൻ വേണോ നമ്മുടെ പ്ലാനിലാണ്. ബ്രാൻഡ് ഫോർ ലെസ് ഓഫർ ഉണ്ട് തോന്നുന്നു. കുറേ ആൾക്കാരൊക്കെ കവറുണ്ടല്ലോ, സെയിം കവറുകൾ കേട്ടോ. പോകണം കേട്ടോ. എല്ലാം ഞാൻ ഈ സൈഡിലേക്ക് എല്ലാം ഉണ്ട്. ഗെയിമിംഗ് സെൻറ്ററിലേക്ക് കടത്തില്ല നമ്മൾ. പോക്കോണ്ട നമ്മൾ ഗെയിമിംഗ് സെൻറ്ററിലേക്ക് കടത്തണില്ല. ഗെയിമിംഗ് സെൻറ്ററിൽ കടത്തി കഴിഞ്ഞാൽ പോക്കോട്ടം പിന്നെ അവിടെ വരലുണ്ടാവില്ല. ചെരുപ്പ് ഊരി കളഞ്ഞ ഗെയിമിംഗ് സെൻറ്റർ കണ്ടേ. പോക്കോട്ട ഗെയിമിംഗ് സെൻറ്റർ കണ്ടു. അവൻ 5 ഗെയിമിംഗ് സെൻറ്ററിൽ കയറി ഇറങ്ങലുണ്ടാവില്ല. പോക്കോട്ടത് എന്താ ബേഡത് ബേഡാ. പിന്നെ അവിടെ നിന്ന് വരലുണ്ട, തിരിച്ചു വരവ് ഉണ്ടാവില്ല. പോക്കോട്ട പാർക്കിൽ തന്നെ കയറിയുണ്ടെങ്കിൽ അവിടെ നിന്ന് വരാറില്ല. പിന്നെയാണ് ഗെയിമിംഗ് സെൻറ്റർ വന്ന്. അങ്ങനെ ഫുഡ് കോർട്ടിലെത്തി. ബാങ്കോക്ക് സിറ്റിയിലത്തെ ഫുഡ് കഴിച്ചാലോ? ഇങ്ങനെ വെള്ളം കഴിക്കും. സബ്വേ ഉണ്ട്, പിസ്സ ഹട്ട് ഉണ്ട്. സരവണ ഭവനിലേക്ക് പോവാം. നമുക്ക് നമ്മുടെ കേരള തനിമ വിത്ത് തമിഴ്നാട് തനിമ, നമ്മൾ തനിമ തേടി പോവുകയാണ്. സരവണ ഭവൻ. അങ്ങനെ നമ്മൾ ബില്ലിങ് ചെയ്യിപ്പിച്ചു. നമ്മളെവിടെ എത്തി? നമ്മൾ ഓർഡർ ചെയ്തത് 2 മസാല ദോശ, 2 വട, 2 കോഫിയാണ്. പൈസ പോയതിൽ ഇരിക്കുന്ന ആള് നമ്മുടെ ആള് വന്ന് വടയും കൊണ്ട്. പോകട്ടെ നോക്കിയേ. നോക്കട്ടെ, ചപ്പാത്തി എന്നാണ് പറയണത്. ഇങ്ങനെ നോക്കട്ടെ. എന്തത്? ചപ്പാത്തി അല്ല, ദോശയാണ്. പോകണം എന്നിട്ട് വേണ്ട, ചായ മാത്രം മതിയോ കുട്ടിക്ക്? എന്താ ചായ ഇഷ്ടം? അവിടെ ചായ മാത്രമേ കുടിക്കണുള്ളൂ എന്നാ പറയണം. എന്താ ചായ ഗ്ലാസ് പിടിച്ചോന്നാ. യബാൻ കുബാൻ ജബാൻ കോംപ്ലാൻ്റെ പരസ്യം പറഞ്ഞത്. പോക്കോട്ട അമ്മേനെ കാണാണ്ട് വിഷമിക്കായിരുന്നു. പോവാന്നാ ബാബാ പിടിച്ച. നമുക്ക് ഇപ്പുറത്തെ വഴിക്ക് കൊണ്ടുപോകണം. അല്ലാന്നുണ്ടെങ്കിൽ ഇനി പോക്കോട്ടാൻ ഗെയിമിംഗ് സെൻറ്റർ കണ്ടപ്പെടും. നടക്ക് മതി വാ ഗോ.
ബായോ നിക്കടാ. ഹെവി ഫുഡായി. നമ്മളങ്ങനെ വീട്ടിൽ പോകാനുള്ള പ്ലാനിലാണ്. കൂട്ടാ അതെന്താ താഴെ ഉണ്ടോ? ലിഫ്റ്റ് താഴെ ഉണ്ടോ? അയ്യോ പോകട്ടി ഇരുന്നേ, പേടിച്ചു. കുറച്ച് കുറലാട്ടെ. അത് നമുക്ക് ആ കാറ് വാങ്ങണോ? നമ്മോട് പറയും, നമ്മ വാങ്ങിത്തരും നമുക്ക് കാറ്. കൂട്ടി പോകണമെന്ന് വെച്ചാൽ ലിഫ്റ്റ് കയറിയ പിന്നെ കളി തുടങ്ങി. നമ്മൾ സെക്കൻഡ് റൗണ്ടാണ് ലിഫ്റ്റിൽ കയറി കളിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ നമ്മളെ പ്രസ് ചെയ്യാൻ മറന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ 3 രൂപ തിരിച്ചു വന്നു. നമുക്കുള്ളതാണ് എപ്പോഴും ഈ അബദ്ധങ്ങൾ. നമ്മളങ്ങനെ വീണ്ടും ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കാറല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. കാറുണ്ട് പോക്കോട്ടാ. അമ്മോട് വാങ്ങി തരാൻ പറയും. കാറ് വാങ്ങി കൊടുക്ക ഡാഡിക്ക് പറയും. എന്താ ചെയ്യാനാ, പാവില്ല നമ്മള് പോക്കോട്ടാ. നമ്മള് മര്യാദക്ക് എലിവേട്ടറിൽ ഇറങ്ങിപ്പോ. ഇതെന്താ ഏട്ടനെന്ന് പറയുന്നത്? ഡെസ്കിലേട്ടർ. ഇതാണ് ആ മെഷീൻ. എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പരിപാടി എന്താണെന്ന് നോക്കണം. ഫ്ലവറിൻ്റെ ഷോപ്പാണ്. ലൈബ്രറി. ഇവിടുത്തെ ബേസ്മെൻറ്റിലത്തെ ബുക്ക് സ്റ്റാളാണ്. അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വെറുപ്പിക്കലുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.